أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അല്ലാഹു തആലാന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ഈ ഒത്തുകൂടൽ അല്ലാഹു സ്വാലിഹായ അമലായി നമ്മുടെ വക്കൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇമാം സാഹിബുൽ ഇആന സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബിന് ശർഹ് എഴുതിയ മഹാനായ സയ്യിദുൽ ബക്കരി റളിയല്ലാഹു തആല അൻഹു ഖാൽ ഹക്കീം തുർമുദി എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് മഹാനവറുകൾ തന്റെ കിതാബിൽ കൊടുക്കുകയാണ്. ഇമാം ഹക്കീം തുർമുദി റളിയല്ലാഹു തആല അൻഹു, മുഹമ്മദ് ഇബ്നു ഈസ തുർമുദി, അതേപോലെ തന്നെ അബൂ മുഹമ്മദ് തുർമുദി എന്ന് പറഞ്ഞ് പല മഹാന്മാരും തുർമുദിലേക്ക്, അത് തിർമിദി എന്നും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതൊരു പ്രദേശമാണ്, ഒരു രാജ്യമാണ്, അതിലേക്ക് ചേർത്തിക്കൊണ്ട് പറയാറുണ്ട്. മഹാനവറുകൾ പറയുകയാണ്, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ശുചീകരണം നടത്താൻ, ശുദ്ധി നടത്താൻ മണ്ണിനെ ഉപയോഗിക്കുവാനുള്ള കാരണം എന്താണ്? മുൻഗാമികളായ പ്രവാചകന്മാർക്ക് അവരുടെ ശുദ്ധിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം കിട്ടാതിരുന്നാൽ മണ്ണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ ഒരു സംവിധാനം കൊടുത്തിട്ടില്ല. ജുഅലത്തി ലിയൽ അർളു മസ്ജിദൻ വ തഹൂറ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മണ്ണ് അതെനിക്ക് സുജൂദ് ചെയ്യുവാനും അതേപോലെ തന്നെ ശുദ്ധി വരുത്തുവാനുമുള്ള മാധ്യമമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചു തന്നു. മുൻഗാമികളായ ഒരു പ്രവാചകന്മാർക്കും തയമ്മം ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ പ്രത്യേകതയാണ്. നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, നിസ്കാരം പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 5 നേരത്തെ നിസ്കാരം എല്ലാം കൂടി എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഫറളാക്കപ്പെട്ട നിസ്കാരം, ആ ഫറളാക്കപ്പെട്ട നിസ്കാരം ഉണ്ടാകുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. ഹിറാ പർവ്വതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിരുന്നു കൊണ്ട് എന്താണ് ചെയ്തിരുന്നത്? എന്തിനാണ് ഹിറാ പർവ്വതത്തിലേക്ക് പോയത്? പർവ്വതങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഹിറാ പർവ്വതം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നിത്യാദി കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. പർവ്വതങ്ങൾ അവിടെ ധാരാളമുണ്ട്, ആ പർവ്വതങ്ങളിൽ പോയി ഇരിക്കാൻ സൗകര്യവുമുണ്ട്. എന്നിട്ട് ഹിറാ പർവ്വതം എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തിട്ട് അതിന്റെ മാളത്തിൽ പോയി ഇരിക്കുവാനുള്ള കാരണം എന്താണ്? അവിടെ ചെന്നാൽ, ആ ഹിറാ പർവ്വതത്തിൽ ചെന്നാൽ, അതിന്റെ ആ വാറിൽ, അതിന്റെ ആ മാളത്തിൽ ചെന്നാൽ അതൊരു മാളമൊന്നുമല്ല. അവിടെ വിശാലമായി നിൽക്കുവാനും ഇരിക്കുവാനും കിടക്കുവാനും ഒക്കെയുള്ള സൗകര്യം അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു പ്രത്യേകമായ രൂപത്തിൽ സംവിധാനം ചെയ്തതാണെന്നും നമുക്ക് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം പറയുന്നത്, അബ്ദുൽ മുത്തലിബ് അവിടെ പോയി ഇരുന്നിരുന്നു എന്നൊരു കാരണം പറയുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പ അവിടെ പോയി ഇരുന്ന് ധ്യാനത്തിൽ മുഴുകിയിരുന്നു, ഇബാദത്തിൽ മുഴുകിയിരുന്നു. മറ്റൊരു കാരണം, അവിടെ പോയി ഇരുന്നാൽ കഅബ കാണാൻ പറ്റും. അക്കാലഘട്ടത്തിൽ കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ കഅബ കാണാൻ പറ്റും. അപ്പൊ കഅബ കാണുക എന്നുള്ളൊരു ഇബാദത്താണ്. കഅബത്തെ നോക്കിയിരിക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ പർവ്വതത്തിൽ പോയി എന്താണ് ചെയ്തിരുന്നത്? ആ സമയത്ത് നിസ്കാരം നിർബന്ധമായിട്ടില്ലല്ലോ, നിസ്കാരം നിർബന്ധമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായിട്ടുണ്ട്. ഹിറാ പർവ്വതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ഇരിക്കുന്നത് നമുക്കറിയാലോ, റമദാൻ 17-നാണല്ലോ വിശുദ്ധ ഖുർആൻ ഹിറാ പർവ്വതത്തിൽ വെച്ച് അവതരിക്കുന്നത്. അപ്പൊ ആ റമദാൻ 17-ന് മുമ്പ് തന്നെ ഏകദേശം ഒരു മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയി ഇരുന്നിട്ടുണ്ട്.
കൃത്യമായ കണക്കുകൾ പറഞ്ഞിട്ടില്ലെങ്കിലും കൃത്യമായ കണക്കുകളൊക്കെ രേഖപ്പെടുത്തപ്പെടുന്ന കാലമല്ലല്ലോ അത്. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദേശം ഒരു മാസത്തോളം അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. ആ പർവ്വതം കയറി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് പോയിട്ടുണ്ട്. അത് കയറിയിട്ട് ഖദീജ ബീവി പോയിട്ടുണ്ട്. ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും ധാരാളം വയസ്സുകളുണ്ടെന്ന് നമുക്കറിയാം. ധാരാളം വയസ്സുള്ള ഏകദേശം ഒരു 60 വയസ്സോളം ഉള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നിസ്കരിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നുണ്ട്. കാരണം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന ആ സൂറത്ത്, അതിന്റെ പ്രാരംഭം, അതിന്റെ ആദ്യ ഭാഗങ്ങൾ അവിടെ വെച്ച് അവതരിക്കുന്നു. ആദ്യമായി വിശുദ്ധ ഖുർആൻ അവതരിക്കുകയാണ്. അതിന്റെ പ്രയാസങ്ങളും മറ്റുമൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി ഖുർആൻ അവതരിച്ചു കൊണ്ടല്ല റസൂലുള്ളാഹി പ്രവാചകനാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ്, റസൂലാണ്, ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ്. 1,14,000 പ്രവാചകന്മാർ. ഈ 1,14,000 പ്രവാചകന്മാർ എന്നുള്ള എണ്ണം എവിടെ നിന്ന് കിട്ടി? ഖുർആനിൽ ആ എണ്ണമുണ്ടോ? ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. വമിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും ലം നഖ്സുസുഹും അലൈക. നമ്മൾ വിശദീകരിച്ചു തന്ന ആൾക്കാരുണ്ട്, വിശദീകരിച്ച് തരാത്ത ആൾക്കാരുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നല്ലാതെ 1,24,000 എന്നുള്ള എണ്ണം പറഞ്ഞിട്ടില്ല ഖുർആനിൽ. ഖുർആനിൽ നിസ്കാരത്തിന്റെ ഫർദ് 14 അങ്ങനെയും പറഞ്ഞിട്ടില്ല. പൊതുവിന്റെ ഷർത്ത് 5 എണ്ണമാണെന്ന് അങ്ങനെയും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ അങ്ങനെ എണ്ണം പറയുന്ന ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. അത് ഗവേഷണ കഴിവുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അതിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ്. 1,14,000 പ്രവാചകന്മാരുണ്ടെന്ന് അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പറഞ്ഞതാണ്. അത് നിബറാസ് പോലത്തെ കിതാബുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. നേരിട്ട് പറഞ്ഞതാണ് 1,14,000 പ്രവാചകന്മാരുണ്ട്. അതിൽ 25 പ്രവാചകന്മാരെ പറ്റി, മുർസലീങ്ങളെ പറ്റി 313 മുർസലീങ്ങളുണ്ട്. 313 മുർസലീങ്ങളുണ്ട്. അതിൽ 25 ആൾക്കാരെ പറ്റി ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ 5 പേര് ഉലുൽ അസ്മാണ്. എന്ന് വെച്ചാൽ പ്രത്യേക സ്ഥാനമുള്ള ആൾക്കാരാണ് 5 പേർ. അത് ഒന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊന്ന് മുഹമ്മദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉലുൽ അസ്മ് എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്കും ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാകുമ്പോഴേ പരിശുദ്ധ ദീനിനെ സംബന്ധിച്ച് പറയാനും അറിയാനൊക്കെ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും കെട്ടുകഥകളോ പുരാണങ്ങളോ ഐതിഹ്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ദീൻ. അങ്ങനെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് അതിന്റെ ക്രമം. ഈ 5 ആൾക്കാർക്ക് ഉലുൽ അസ്മി എന്ന് പറയും. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ 313 മുർസലീങ്ങൾ അവർ ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, എവിടെ ഉണ്ടായിരുന്നു, എപ്പോഴുണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. 1,14,000 അമ്പിയാക്കന്മാർ അവർ ഏതൊക്കെ കാലഘട്ടത്തിലായിരുന്നു, എവിടൊക്കെ ഒരു ഉണ്ടായിരുന്നത്? നമ്മുടെ മലപ്പുറം ജില്ലയിൽ വല്ല പ്രവാചകനും വന്നിട്ടുണ്ടോ? അറിഞ്ഞുകൂടാ, നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. 1,14,000 പ്രവാചകന്മാരുണ്ട്. ഒരേ അവസരത്തിൽ തന്നെ ഒന്നിലധികം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. മൂസാ നബിയും ഹാറൂൻ നബിയും അവർ ജ്യേഷ്ഠാനുജന്മാരാണ്, എളാമൂത്താമ മക്കളാണ്. അപ്പൊ മൂസാ നബിയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒരേ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരേ സമയത്തുണ്ടായ ഒരുപാട് പ്രവാചകന്മാരുണ്ടാകാം. ഒരു സ്ഥലത്തൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനെ മറ്റേ സ്ഥലത്തുള്ള പ്രവാചകൻ അറിഞ്ഞോളണമെന്നില്ല. അതിന്റെ ഹിക്മത്തുകളൊന്നും നമുക്ക് വ്യക്തമായി പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈമാൻ കാര്യത്തിൽപ്പെട്ട മുർസലീങ്ങളെ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം മുർസലീങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവര് ദോഷങ്ങളൊന്നും ചെയ്യാത്തവരാണ്. ഈ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത്. എന്നല്ലാതെ ഓരോ ആൾക്കാരുടെ എണ്ണം പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാനുള്ള രേഖകളൊന്നും നമ്മുടെ കയ്യിലില്ല. പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ പർവ്വതത്തിൽ പോയിട്ട്
എന്തായിരുന്നു ചെയ്തിരുന്നത്? അവിടെ ചെയ്തിരുന്നത് ഒന്ന് കഅബത്തിലേക്ക് നോക്കലായിരുന്നു, മറ്റൊന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നിസ്കാരമുണ്ടായിരുന്നു. അപ്പൊ നിസ്കാരം വേണമെങ്കിൽ റസൂലുള്ളാഹി പ്രവാചകനാകണ്ടേ? പ്രവാചകനായത് എപ്പോഴാണ്? പ്രവാചകനായത് എങ്ങനെയാണ്? ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്ത് ആ സമ്മേളനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഞാൻ പ്രവാചകനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു കൊടുത്തതാണോ? സത്യവാചകം ചൊല്ലിക്കൊടുത്തതാണോ? എങ്ങനെ ഈ പ്രവാചകനായത്? അവിടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനാക്കുന്നത് അത് സ്വപ്ന മുഖേനയാണ്. സ്വപ്ന മുഖേനയാണ്. റസൂലുള്ളാഹിക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോ റസൂലുള്ള പ്രവാചകനായിട്ടുണ്ട്. 40 വയസ്സ് പൂർത്തിയാകുന്നത് റബീഉൽ അവ്വൽ 12-നാണ്. റബീഉൽ അവ്വൽ 12 ആവുമ്പോൾ 40 വയസ്സാവുമല്ലോ, അന്നല്ലേ പ്രസവിക്കപ്പെട്ടത്. അപ്പൊ 40 വയസ്സ് പൂർത്തിയാകുന്ന റബീഉൽ അവ്വൽ 12-നാണ്. അന്ന് തന്നെ പ്രവാചകനായിട്ടുണ്ട്. പിന്നെ റബീഉൽ അവ്വൽ കഴിഞ്ഞ് റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമദാൻ 6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഖുർആൻ അവതരിക്കുന്നത്. പ്രവാചകനാകുന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ഖുർആൻ അവതരിക്കുന്നത്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ് അവതരിച്ചിട്ട് പ്രവാചകനായതല്ല. അത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ 40 വയസ്സ് വന്നപ്പോൾ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്വപ്നത്തിലൂടെ ആ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമ്പോൾ മാനസികമായ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണ്. നിങ്ങളെ ഞാൻ പ്രവാചകനാക്കി എന്നുള്ള ഒരു തീരുമാനം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീരുമാനം ഒരു തീരുമാനമായി പറയാതെ അവരിലേക്ക് കൊടുക്കുന്ന അടയാളങ്ങളെ കൊണ്ട് ആ ഒരു തീരുമാനം അവർ മനസ്സിലാക്കിയെടുക്കുകയാണ്. അവർ മാനസികമായ ഒരു സംവിധാനമാണ് പ്രവാചകത്വം എന്നത്. അതാണ് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ലൈസ ബിമുക്തസബിൻ, ഈ പ്രവാചകത്വം എന്നുള്ളത് അത് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒന്നല്ല. അത് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒന്നല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ രൂപത്തിൽ കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായത് സ്വപ്ന മുഖേനയാണ്, മനാമ മുഖേനയാണ്. അമ്പിയാക്കന്മാരുടെ സ്വപ്നം അംഗീകരിക്കാൻ പറ്റും, മറ്റാരുടെയും സ്വപ്നം അംഗീകരിക്കാൻ പറ്റൂല. സ്വപ്നത്തിൽ പിശാച് പലതും വരും. സ്വപ്നത്തിൽ എന്നല്ല, പിശാചിന്റെ പക്കൽ നിന്ന് പലതും സംഭവിക്കും. അതിനൊക്കെ നമുക്ക് തടയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ശരീഅത്ത് നല്ലപോലെ പഠിക്കണം. ശരീഅത്ത് പഠിക്കാതിരുന്നാൽ പഴിച്ചു പോകും. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പിശാചുക്കൾ ഗ്രന്ഥമുണ്ടാക്കി, പുസ്തകങ്ങൾ ഉണ്ടാക്കിയവർ. പുസ്തകങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ പലതും എഴുതി വെച്ചിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതെല്ലാം കൂടി സംഘടിപ്പിച്ച് എല്ലാം കൂടി കുഴിച്ചിട്ടു. സുലൈമാൻ നബി വഫാത്തായതിനു ശേഷം പിശാചുക്കൾ തന്നെ അത് പുറത്തെടുത്തിട്ട് പറഞ്ഞു, സുലൈമാൻ നബി പ്രവാചകനല്ല, രാജാവ് മാത്രമാണ്. ആ തന്റെ രാജസ്ഥാനം നിലനിർത്തിയത് ഈ ഗ്രന്ഥങ്ങളെ കൊണ്ടാണ്. ഈ ഗ്രന്ഥങ്ങളിൽ സെഹറുകളും അതുപോലെയുള്ള വിവരങ്ങളൊക്കെയാണ് ഗ്രന്ഥങ്ങളിൽ എഴുതി കൂട്ടിയിരുന്നത്. സെഹറുകളും ഗ്രന്ഥങ്ങളൊക്കെ എഴുതി കൂട്ടിയിട്ട് വലിയ ഫിത്തന പിശാചുക്കൾ അവിടെ ഉണ്ടാക്കി. അത് സുലൈമാൻ സുലൈമാൻ കഫറു എന്ന് പറഞ്ഞിട്ട് അൽ ബഖറ സൂറത്തിൽ ഈ സംഭവം അള്ളാഹു പറയുന്നത് വലിയൊരു സംഭവമാണത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ വലിയ ആരോപണം, ജൂതന്മാർക്കും മറ്റുമൊക്കെ വലിയ ആരോപണമുണ്ട്. കാരണം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജൂത പരമ്പരയുടെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയുടെ അല്ല സുലൈമാൻ നബിയും ഈസാ നബിയും വന്നിട്ടുള്ളത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പര അത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കള് യഹൂദ എന്ന് പറയുന്ന മക്കളുണ്ട്. അതേപോലെ തന്നെ ബിന്യാമീൻ എന്ന് പറയുന്ന കുട്ടിയുണ്ട്. അപ്പൊ ബിന്യാമീൻ എന്ന് പറയുന്ന ആ മകന്റെ പരമ്പരയിലൂടെയാണ് മൂസാ നബി വരുന്നത്. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ വരുന്നത് യഹൂദയിലൂടെയാണ്. അതുകൊണ്ട് ഈ ജൂതന്മാരായ ആളുകൾക്ക് വലിയ കുടുംബപ്പോരാണ് അവർക്കുള്ളത്. അപ്പൊ ആ കുടുംബപ്പോരായിരുന്നു ഈസാ നബിയോടും സുലൈമാൻ നബിയോടും റസൂലുള്ളാഹിയോടൊക്കെ ഒരുക്കി ജൂതന്മാർക്ക് കുടുംബപ്പോരാണുള്ളത്. കുടുംബപ്പോരെന്ന് പറഞ്ഞാൽ അവരുടെ ആ പരമ്പരയിലൂടെ അല്ല വന്നിട്ടുള്ളത്, വേറെ പരമ്പരയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരുന്നു ആ പോരുണ്ടായിരുന്നതെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്.
ഏതായിരുന്നാലും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനല്ലെന്നും രാജാവാണെന്നും ആ രാജസ്ഥാനം നിലനിർത്തിയിരുന്നത് ഇത്തരം ഗ്രന്ഥങ്ങളെ കൊണ്ടിട്ടാണെന്നൊക്കെ പിശാചുക്കൾ അന്ന് പ്രചരിപ്പിച്ചിരുന്നു. പലതും ഈ പിശാചുക്കൾ ചെയ്യും. അത് വലിയ വലിയ ആൾക്കാരെ വരെ പിശാചുക്കൾ പഴപ്പിച്ചിട്ടുണ്ട്. ഓസുൽ ആദമിനെ പഴപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഓസുൽ ആദമിനെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഓസുൽ ആദമ പറയാണ്, ഒരിക്കലൊരു മേഘം വന്നു, മേഘം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. മേഘം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് വിളിച്ചു പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹറാമുകളും ഹലാലാക്കി തന്നിരിക്കുന്നു, എല്ലാ ഹറാമുകളും ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് മേഘം ഇങ്ങനെ വിളിച്ചു പറയും. മേഘത്തുനിന്ന് ഒരാളിങ്ങനെ വിളിച്ചു പറയാം, പിശാചിന്റെ ശല്യം വന്നാൽ ഇടതുവശത്തേക്ക് 3 വട്ടം തുപ്പണം. 3 വട്ടം തുപ്പണം. ഞാൻ കണ്ടിട്ടുണ്ട് ചില ഉസ്താദുമാരൊക്കെ അങ്ങനെ ഇടയ്ക്ക് തുപ്പണ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വലിയ വെറുപ്പില് ഭയങ്കര ശബ്ദത്തിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് തുപ്പും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാ. പിശാച് പലതും ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോ ഇടതുവശത്തേക്ക് ഇങ്ങനെ തുപ്പണം 3 വട്ടം. പോടാ അവിടെ നിന്ന് പറയുന്നുണ്ട്. അങ്ങനെയും കേട്ടിട്ടുണ്ട് ഞാൻ. എന്റെ ചില മശായിഖന്മാരെ ഇടയ്ക്ക് ഇങ്ങനെ തുപ്പിട്ട് പോടാ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പിശാചിന്റെ ദുർബോധനം വരെയാണ്. അങ്ങനെ പിശാചിന്റെ ദുർബോധനം വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് തുപ്പണം എന്നാണ്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിയത്തുൽ ഇസ്ലാം. അതാണ് ഇതിന്റെ ഒക്കെ അളവുകോല്. ആ ശരിയത്തുൽ ഇസ്ലാം മനസ്സിലാക്കാൻ ഞാൻ പഴിച്ചു പോകും. അപ്പൊ ശരിയത്തുൽ ഇസ്ലാം അനുസരിച്ച് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു യഖ്സിയാലേ പോടാ എനിക്കൊക്കെ ഹലാലാക്കി തന്നുകൊള്ളുന്നു. മുത്തു റസൂലുള്ളാഹിക്കൊന്നും ഹലാലാക്കി കൊടുത്തു, പിന്നെ എനിക്ക് ഹലാലാക്കി തരില്ല എന്ന് പറഞ്ഞപ്പോ വേഗം പോയി. പിശാചിന്റെ കോലത്തിൽ വന്നതാണ്. ബഹുമാനപ്പെട്ട റയീസുൽ ഒരിക്കൽ പറഞ്ഞു, സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠൻ അവര് വലിയ റാത്തിബിന്റെ കാള. അപ്പൊ അവര് രാത്രി ഇങ്ങനെ നടന്നു വരുമ്പോ വേറൊരാളെ കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോ വഴിക്കലുണ്ട് ഒരു സാധനം, വലിയൊരു മനുഷ്യൻ ഇങ്ങനെ മലന്ന് കിടക്കും. ഭയങ്കര വലിപ്പമുള്ള ഒരു മനുഷ്യൻ മലന്ന് കിടക്കും. അപ്പൊ കൂടെ ഉള്ള ആള് പറഞ്ഞു, ഇച്ചങ്ങ എന്തപ്പോ ഇവിടെ ഇങ്ങനെ കിടക്കണ്, നമ്മൾ തട്ടി വെക്കാം. അപ്പൊ ഉസ്താദിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞാന്നും വേണ്ട, അതെന്തേലും ആയിക്കോട്ടെ, നമ്മള് പോവാറ്. അപ്പൊ ഇയാള് തട്ടിയപ്പോ അയാൾ നീച്ചിരുന്ന വലിയൊരു സാധനം. അപ്പൊ തന്നെ യാ ശൈഖ് മുഹീദ്ദീൻ ആര് വിളിച്ചു? ജ്യേഷ്ഠൻ വിളിച്ചപ്പോ അതിന് പോയാ. യാ ശൈഖ് മുഹീദ്ദീൻ വിളിച്ചപ്പോ എന്തിനാണ് പോയാ. അങ്ങനൊക്കെ ഉണ്ടാകും. ഈ പിശാചുക്കൾ പല കോലത്തിലും എന്ത് ചെയ്യും, പല കാര്യത്തിലൊക്കെ വരും. അവർക്ക് അങ്ങനെയൊക്കെ കഴിയും. അവർക്ക് ചില നല്ല ചുറുക്കുള്ള പെൺകുട്ടികൾ, ഇങ്ങനെ എൻ്റെ ബന്ധുപ്പാട്ടിൽ തന്നെ അങ്ങനെ കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടിനെ പിശാച് വല്ലാതെ ശല്യപ്പെടുത്തി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ശല്യപ്പെടുത്തിയൊക്കെ ആയിട്ട് ആ കുട്ടീൻ്റെ അമ്മനോട് പറഞ്ഞു. അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനൊക്കെ ഉണ്ടാവും. പിശാചുക്കൾക്ക് അങ്ങനൊക്കെ സാധിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ പിശാചുക്കൾ സ്വപ്നത്തിലും കടന്നു വരും. സ്വപ്നത്തിൽ കടന്നിട്ട് പലതും പറയും. അവിടെ അത് സെഹ്ർ ചെയ്തിക്കണ്, ഇവിടെ അത് സെഹ്ർ ചെയ്തിക്കണ്, മറ്റോനത് ചെയ്തിക്കണ്, ഇത് ചെയ്തിക്കണ്. അങ്ങനെ ഞാനിങ്ങനെ സ്വപ്നം കണ്ട്, ഞാനിങ്ങനെ കുറെ സ്വപ്നം കണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നമുക്കൊരു തെളിവായി പിടിക്കാൻ സാധിക്കൂല. അമ്പിയാക്കന്മാരുടെ സ്വപ്നമല്ലാത്ത മറ്റെല്ലാ സ്വപ്നങ്ങൾക്കും തെളിവല്ല. അത് കണ്ടോനുമാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ എന്നല്ലാതെ മറ്റൊരാളോട് അത് പറയാൻ പറ്റൂല. സ്വപ്നം ഒരു തെളിവുമല്ല. അമ്പിയാക്കന്മാരുടെ സ്വപ്നം മാത്രമാണ് തെളിവ്. കാരണം അമ്പിയാക്കന്മാരുടെ സ്വപ്നത്തിൽ പിശാച് പ്രത്യക്ഷപ്പെടൂല. ആ രൂപത്തിലാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. നമ്മുടെ ഒക്കെ സ്വപ്നത്തിൽ പിശാച് വരും. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായത് ഈ സ്വപ്നം മുഖേനയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അമ്പിയാക്കന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവാചകന്മാരാക്കുന്ന വലിയ സമ്മേളനം വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ ആ പ്രവാചകന്മാർക്ക് മനസ്സിലാകും ഞാൻ പ്രവാചകനാണ്. പിന്നീട് വഹി വരും, വഹികൾ ഇങ്ങനെ വരും. ആ വഹി വരുമ്പോഴും അവർക്ക് പ്രവാചകനാണെന്ന് മനസ്സിലാകും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നുബൂവത്ത് കിട്ടിയത് മഹാനവറുകൾക്ക് 40-ാമത്തെ വയസ്സിൽ തന്നെ, അഥവാ റബീഉൽ അവ്വൽ 12 തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായിട്ടുണ്ട്. മഹാനായ ഹക്കീം തുർമുദി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് ഈ മണ്ണ്. ആ മണ്ണ് കൊണ്ട് തേമം ചെയ്യാവുന്നതാണ്. അങ്ങനെ തേമം ചെയ്യാനുള്ള മണ്ണ് നമ്മുടെ ദൃഷ്ടിയിൽ അത് ശുദ്ധിയായ മണ്ണാണെന്ന് നമുക്ക് അത് നജസ്സല്ല എന്നുള്ള ഉറപ്പുണ്ടായാൽ മതി. ശുദ്ധിയാണ് എന്നുള്ള ഒരു ഭാവന ഉണ്ടായാലും മതി. അവിടെ നായ നടന്നതായിട്ടോ മറ്റോ നമുക്ക് ഉറപ്പൊന്നുമില്ല. നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരു സാധ്യത വെച്ചുകൊണ്ട് ഒരു തീരുമാനം ഇസ്ലാമിന് ഇല്ല. ഒരു സാധ്യത വെച്ചുകൊണ്ട് തിരിച്ചും സാധ്യത ഉണ്ടാവുമല്ലോ. അപ്പൊ സാധ്യതക്കൊരു തീരുമാനമൊന്നുമില്ല.
അപ്പൊ ഒരു മണ്ണ് അത് നേസാവാനുള്ള സാധ്യത ഒന്നുമില്ല എന്ന് നമുക്ക് അറിയുമെങ്കിൽ ആ മണ്ണ് എടുത്തിട്ട് തേമം ചെയ്യാവുന്നതാണ്. ആ മണ്ണിന്റെ മുകൾ ഭാഗം വേണമെങ്കിൽ ഒന്ന് നീക്കുകയാണെങ്കിൽ, ആ മുകൾ ഭാഗം നീക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സംശയം നീങ്ങിപ്പോയി. പക്ഷെ പൊടിയുള്ള മണ്ണ് കൊണ്ടേ നമുക്ക് തേമം ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു ചില നിർബന്ധിത ഘട്ടങ്ങളിൽ മറ്റു ചില സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പക്ഷെ പൊടിയുള്ള മണ്ണ്, ആ പൊടിയുള്ള മണ്ണ് കൊണ്ടിട്ടാണ് തേമം ചെയ്യേണ്ടത്. തേമം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മണ്ണ് വീണ്ടും തേമം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു 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 പേപ്പറിൽ നമ്മൾ കുറച്ച് മണ്ണ് അവിടെ റെഡിയാക്കി വെച്ചു, നല്ലൊരു മണ്ണ്. അതൊക്കെ പഴയ ആൾക്കാർ അങ്ങനെ ചെയ്തിരുന്നു. അവരെടുത്ത് പല സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു 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 കവറിൽ അല്ലെങ്കിൽ ഒരു സഞ്ചിയിൽ മണ്ണുണ്ടാവും. കവറിൽ അല്ലെങ്കിൽ സഞ്ചിയിൽ മണ്ണുണ്ടാവും. നിർബന്ധിത ഘട്ടത്തിൽ തേമം ചെയ്യാനാണ്, നിർബന്ധിതമായ ഘട്ടത്തിൽ തേമം ചെയ്യാനാണ്. ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പനിയുണ്ട്, ഒരു വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ചൂടുവെള്ളം ഉപയോഗിക്കാൻ പറ്റൂല, തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല, അങ്ങനെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ പനിയുള്ള അവസരത്തിൽ ചിലപ്പം ജനാപത്ത് ഉണ്ടാവും. ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞാൽ, ഞരമ്പ് ക്ഷീണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ജനാപത്ത് വരും. ഇഹ്തിലാം, സ്വപ്നസ്ഖലനം വരും. അങ്ങനെ സ്വപ്നസ്ഖലനം വന്നു കഴിഞ്ഞാൽ ഓൻ എന്താ ചെയ്യേണ്ടത്? ഓനക്ക് തേമം ചെയ്യാവുന്നതാണ്. തേമം ചെയ്തിട്ട് ഓനക്ക് നിസ്കരിക്കാവുന്നതാണ്. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉപയോഗിക്കാൻ പറ്റിയാൽ പിന്നെ ആ കുളിക്കേണ്ടതുണ്ടോ? ജനാപത്ത് ഉയർത്താൻ വേണ്ടി കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഈ തേമം ചെയ്യുന്നതോട് കൂടെ തന്നെ ഇത് പോയി, ജനാപത്ത് പോയി. അപ്പോ ഒളുവിന്റെ പകരവും തേമം ചെയ്യാം, ജനാപത്തിന്റെ പകരവും തേമം ചെയ്യാം. അപ്പൊ അങ്ങനെ ചില ഘട്ടങ്ങൾ വരും. വെള്ളം തീരെ ചൂടുവെള്ളം ഉപയോഗിക്കാൻ വയ്യ, തണുത്ത വെള്ളം ഉപയോഗിക്കാൻ വയ്യ. അങ്ങനത്തെ ചില ഘട്ടങ്ങൾ വന്നാൽ, ആ ഘട്ടങ്ങൾ വന്നാൽ ഇങ്ങനെ തേമം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാൻ കഴിയണില്ല. വെള്ളം ചൂടാക്കണമെങ്കിൽ അതിനുള്ള സംവിധാനം വേണമല്ലോ. അപ്പൊ ആ സംവിധാനം ഇല്ല, തണുത്ത വെള്ളം ഉപയോഗിക്കാനും കഴിയുന്നില്ല. അല്ലെങ്കിൽ വലിയ തണുപ്പ് വന്നു പോയി, അവനക്ക് വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അത്തരം ഘട്ടങ്ങളിലൊക്കെ അവനക്ക് തേമം ചെയ്യാവുന്നതാണ്. അങ്ങനെ തേമം ചെയ്യുമ്പോൾ ഈ മണ്ണ്, ആ മണ്ണ് നമുക്ക് മണ്ണിങ്ങനെ അടിച്ചെടുത്തിട്ട്, അതേ ഒരു പേപ്പറിലുള്ള മണ്ണിങ്ങനെ അടിച്ചെടുത്തിട്ട് അതിങ്ങനെ പുറത്തേക്ക് കൊട്ടിയാൽ, രണ്ടു വട്ടം ചെയ്യേണ്ടുള്ളൂ. ഒന്ന് മുഖത്തിനും ചെയ്തു, അതേമാതിരി അടിച്ചെടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൈക്കും ചെയ്താൽ തേമായി. ഒരു സെക്കൻഡ് തേമത്തിന് വേണ്ടതുള്ളൂ. ഈ മണ്ണ് വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെ അടിച്ചെടുത്തു എന്ന് വിചാരിച്ചിട്ട് ആ മണ്ണ് ഉപയോഗശൂന്യമാവില്ല. അത് നമുക്ക് അടുത്ത തേമത്തിനും ഏത് ഉപയോഗിക്കാവുന്നതാണ്, ആ മണ്ണ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനം, തേമത്തിന്റെ മസലകളൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് തന്നെ പറയണമെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ആ വിഷയം പറയുന്നത് തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്നമാ ജുഅല തുറാബു തഹൂറൻ ലിഹാദിഹിൽ ഉമ്മ. അതിന്റെ കാരണം, ഈ ഉമ്മത്തിലേക്ക് ഈ മണ്ണ് അള്ളാഹു തഹൂറാക്കാനുള്ള കാരണം എന്തേ? ലിഅന്നൽ അർള ലമ്മ അഹസ്സത ബിമൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കാൻ പോകുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മൗലിദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ്, മൗലൂദ് എന്നല്ല പറയേണ്ടത്, മൗലിദ് എന്നാണ് പറയേണ്ടത്. മൗലിദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ്, റസൂലുള്ളാഹിന്റെ പ്രസവ സമയം അടുത്തിട്ടുണ്ട് എന്ന് ഭൂമി അറിഞ്ഞപ്പോൾ, ഇമ്പസത്തത്, ഭൂമി ഒന്നുകൊണ്ട് വിശാലമാവുകയും, ഒംതദ്ദത്, അതിങ്ങനെ നീളുകയും, തതാവലത്ത് വസ്ഹറത്, അത് വളരെ ചുറുക്കായി, വളരെ സന്തോഷം പ്രകടിപ്പിച്ചു. വഫ്തഖറത്ത്, അതിങ്ങനെ അഭിമാനം കൊണ്ടു. അല സമാഇ വസാഇരിൽ മഖ്ലൂഖാത്ത്, ആകാശത്തെ വിളിച്ചുകൊണ്ടും അതേപോലെ തന്നെ മറ്റ് സൃഷ്ടികളോടും അത് അഭിമാനത്തോടുകൂടെ പറഞ്ഞു, അന്നഹു നബിയുൻ ഖുലിഖ മിന്നി, എന്നിൽ നിന്ന് പ്രസവിക്കപ്പെട്ട ഒരു നബി വരുന്നുണ്ട്, എന്നിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഒരു നബി വരുന്നത്, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതായ ഒരു നബി വരുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളെ പോലെ തന്നെ മണ്ണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതിയുണ്ട്. അതോടുകൂടെ തന്നെ ആ മണ്ണില് ഒരു പ്രത്യേകമായ നൂറുമുണ്ട്, പ്രകാശവുമുണ്ട്. സുമ്മ ഊദിഅത് തിൽക തീനത്തു ഫീ ളഹ്രി ആദം എന്ന് നമ്മുടെ മൗലിദ് കിതാബിലൊക്കെ പറയുന്നുണ്ട്. അത് ഒരു പ്രത്യേകമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ സൂക്ഷിക്കുകയും ആ മണ്ണിനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലാക്കുകയും, അങ്ങനെ തഖല്ലുബുക ഫി സാജിദീൻ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് അബ്ദുള്ള എന്നിവരുടെ മുതുകിലേക്ക്, ബിംബത്തിനിക്ക് ആരാധിക്കാത്ത ആളുകളുടെ ആ മുതുകിലൂടെയാണ് അവരൊക്കെ വന്നത്. റസൂലുള്ളാഹിന്റെ പിതാക്കന്മാരാരും തന്നെ ബിംബങ്ങൾക്ക് ആരാധിച്ചിട്ടില്ല എന്നതാണ്, ആരും ആരാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള തഖല്ലുബക ഫി സാജിദീൻ, മഹത്തുക്കളായ ആളുകളുടെ മുതുകിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശത്തെ അബ്ദുള്ള എന്നിവരുടെ മുതുകിലേക്ക് നിക്ഷേപിക്കുകയും
അത് ആമിനാബിയുടെ ഗർഭാശയത്തിലേക്ക് പോവുകയും സുബ്ഹാന ജല്ല ജലാലു ആമിനാബി പിന്നെ ആരും പ്രസവിച്ചിട്ടില്ല, ആരെയും പ്രസവിച്ചിട്ടില്ല. അതിന്റെ മുമ്പും പ്രസവിച്ചിട്ടില്ല, അതിന്റെ ശേഷവും പ്രസവിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ ആമിനാബി ജന്മം നൽകിയിട്ടുള്ളൂ. അബ്ദുള്ള എന്നവർക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഒരു മകനേ ഉണ്ടായിട്ടുള്ളൂ. അബ്ദുള്ള എന്നവർക്ക് പിന്നെ ആൺകുട്ടിയോ പെൺകുട്ടിയോ വേറെയും ഉണ്ടായിട്ടില്ല. അതിലൊക്കെ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ ഒരു സാധാരണ മനുഷ്യനായി മക്കയിലെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ഒരു സാധാരണ രൂപത്തിൽ പ്രസവിക്കപ്പെട്ടു, ഒരു സാധാരണയായി വളർന്നു എന്നൊക്കെ വഹാബികളായ ആൾക്കാർ പച്ചയിൽ എഴുതി വെച്ചിരിക്കും. അങ്ങനല്ല, അങ്ങനെ സാധാരണ രൂപത്തിലൊക്കെ അസാധാരണം തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതൊക്കെ അസാധാരണം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് ഇങ്ങനെ കൊണ്ട് വന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നതുകൊണ്ട് എന്നിൽ നിന്നാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത്, ആകാശമേ നിന്നിൽ നിന്നല്ലല്ലോ സൃഷ്ടിക്കപ്പെട്ടത്, എന്നിൽ നിന്നാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത് എന്ന നിലക്ക് ഭൂമി വളരെ അധികം സന്തോഷം പ്രകടിപ്പിക്കുകയും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ജീവികൾക്കും അതിനുള്ള കഴിവൊക്കെ കൊടുക്കും. ഈ ഭൂമി എങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുക എന്നൊന്നും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ ഫൗണ്ടർ, അതിന്റെ സ്ഥാപകൻ ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹദറത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ ഗുലാം മുഹീദ്ദീൻ ഹദറത്ത് വഫാത്തായപ്പോ, മരിച്ചപ്പോ മഹാനവറുകൾ കിടന്നിരുന്ന കട്ടിൽ 7 ദിവസം കരഞ്ഞിട്ടുണ്ട്. ആ കരഞ്ഞത് വീട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ട് ആദ്യത്തെ ദിവസം കരച്ചിൽ കേട്ടപ്പോൾ ബേജാറായി, പെരക്കാരൊക്കെ ബേജാറായി. മഹാനവറുകള് കിടന്നിരുന്ന റൂമിലെ കട്ടില്, ആ കട്ടില് അവിടുന്ന് റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. ചെറിയ ചെറിയ മക്കള്, ഫലസ്തീനിലെ കുട്ടികൾ കരീണമാതിരി വെള്ളം കിട്ടാതെ. എന്താണ് ഐറ്റങ്ങളെ കരച്ചില്? പലപ്പോഴും വല്ലാതെ സങ്കടപ്പെട്ടു പോകും. ഒരു പായസം ചോദിച്ചിട്ടല്ല ഐറ്റങ്ങൾ കരയണത്, അല്ലെങ്കിൽ ഐസ്ക്രീം ചോദിച്ചിട്ടല്ല ഐറ്റങ്ങൾ കരയണത്, അല്ലെങ്കിൽ മിഠായി ചോക്ലേറ്റ് ചോദിച്ചിട്ടല്ല ഐറ്റങ്ങൾ കരയണം. അമ്മ കുറച്ച് വെള്ളം കിട്ടണല്ലോ അമ്മ എന്നല്ല ഇപ്പൊ ഐറ്റങ്ങൾ പറഞ്ഞത്. അതിങ്ങനെ ആലോചിക്കുമ്പോ കൽവ് പൊട്ടിപ്പോവാണ്. അമ്മ കുറച്ച് വെള്ളം കിട്ടണല്ലോ, കുറച്ച് വെള്ളം അമ്മ ദാഹിക്കുന്നു എന്നല്ലേ ആ മക്കള് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ദ്വാരക്കല്ലാതെ ചെറിയ ചെറിയ മക്കളെ ചേരും കോലൊക്കെ കാണുമ്പോൾ തന്നെ സങ്കടപ്പെടുകയാണ്. അപ്പോ പറഞ്ഞു വരുന്നത്, ഞാൻ എന്തിനാ പപ്പത്തിൽ ഫലസ്തീനിലേക്ക് പോയി? അപ്പോ മഹാനവറുകൾ അവിടെ ചെറിയ പീച്ചമക്കൾ, ചെറിയ കുട്ടികൾ, അപ്പൊ ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. 1-ാമത്തെ ദിവസം കേട്ടു. ഇത് ബഹുമാനപ്പെട്ട അലാദറത്തിന്റെ പേരക്കുട്ടി തന്നെയാണ് ഇത് പറയുന്നത്. അങ്ങനെ കേട്ടു. അപ്പോൾ ബേജാറായി. 2-ാമത്തെ ദിവസം കേട്ടപ്പോ പിന്നെ എന്താ കാട്ടുക? മഗ്‌രിബിന്റെ ശേഷം കേൾക്കണത്, മഗ്‌രിബിന്റെ ഇശാന്റെ ശേഷം കേൾക്കണത്. 3-ാമത്തെ ദിവസമായപ്പോ അയലാദരത്തിന്റെ അടുത്ത് ചെന്നിട്ട് സങ്കടം പറഞ്ഞു. ഇങ്ങനെ എന്താ കാട്ടുക, അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അയലാദരത്ത് വന്നു, റൂമിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കുറെ നേരം നിന്നിട്ട് കട്ടിലിന്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, കട്ടില് കരയാണ്. നോക്ക്, നിങ്ങൾ കട്ടില് കരയുന്നു. അപ്പം ആ ബക്കത്ത് അലൈഹിം ഉസ്സമാഉ വൽ അർദു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല നല്ല ആൾക്കാർ മരിച്ചാൽ ആകാശവും ഭൂമിയൊക്കെ കരയും. അതിനൊക്കെ കഴിയും, ആകാശത്തിനും ഭൂമിക്കൊക്കെ കഴിയും. ഈ കട്ടിൽ എന്ന് പറഞ്ഞ സാധനം ഉണങ്ങിയ മരല്ലേ, നമുക്കറിയാലോ. ഉണങ്ങിയ മരല്ലേ കട്ടിലാവുള്ളൂ. അപ്പൊ ആ ഉണങ്ങിയ മരം കരയുന്നത് എങ്ങനെയാണ്? അത് ഈ കാലഘട്ടത്തിൽ കൂടുതൽ കാലമൊന്നും ആയിട്ടില്ല, ഈ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്, കേട്ടതുമാണ്. അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനേക്ക് ഇബാദത്ത് ചെയ്ത ആളുകൾ അവർ കിടന്നിരുന്ന കട്ടില് വരെ അവരെ സ്നേഹിക്കുകയാണ്. കുറച്ചോനെ എന്റെ മേലെ ഇദ്ദേഹം കിടന്നല്ലോ. ആ കിടന്ന കട്ടിലുകൾ, കാരണം ഉറങ്ങുന്നത് വരെ ദിക്ർ ചൊല്ലും, ഉറങ്ങി എഴുന്നേറ്റാലും ദിക്ർ ചൊല്ലും, എപ്പോഴും അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലും. ഇനി ഈ ദിക്ർ കട്ടുമ്പ കിടന്നിട്ട് ചെല്ലാൻ ആരും ഇല്ലല്ലോ. ഒരു കട്ടുമ്മല് സുഖിക്കാൻ കിടക്കുന്നതല്ല, ദിക്ർ ചെല്ലാൻ വേണ്ടി കിടക്കുകയാണ്. അവിടെ ആ കട്ടിലുമേൽ കിടന്നിട്ട് എന്ത് ചെയ്യുന്നോ അതൊക്കെ ഇബാദത്ത്, എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇബാദത്താണ്. ഇബാദത്ത് ശരീഅത്തുൽ ഇസ്ലാം മനസ്സിലാക്കിയാൽ ഇബാദത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ ഇബാദത്താണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉള്ള ചോറ് ഭാര്യന്റെ വായിലേക്ക് വെച്ചു കൊടുക്കൽ ഇബാദത്താണ്. അതൊന്നും കളിയ അല്ല, അതൊക്കെ ഇബാദത്ത്. എല്ലാം ഇബാദത്താക്കിയിരിക്കാൻ സാധിക്കും, എല്ലാം ഇബാദത്ത്. ഒരു തലയണി, ആ തലയന്റെ മേലിൽ ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് കിടക്കൽ ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഭാര്യമാർക്കും കൂടി കിടക്കാൻ ഒറ്റ തലയണിയാണ്. ആ തലയണിയുമെല്ലാണ് കിടന്നിരുന്നത്.
അപ്പൊ ചിലപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, ഞാൻ എൻ്റെ എളാമാന്റെ പേരേക്ക് പോകും. എളാമ എന്ന് പറഞ്ഞാൽ മൈമൂന ബീവിയാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മ മൈമൂന ബീവിയാണ്. വിത്തു ഇന്ദ ഖാലത്തി മൈമൂന എന്ന് സഹീൽ ബുഖാരി പലയിടത്തും കാണാം. ഞാൻ എൻ്റെ എളാമാന്റെ പേരിൽ മൈമൂന ബീവിന്റെ അടുത്ത് പോകും. റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. റസൂലുള്ളാഹിയും മൈമൂന ബീവിയും കൂടി തലാനിയുടെ വീതിൽ ഇങ്ങനെ കൊടുക്കും. ഞാൻ അതിന്റെ നീളത്തിൽ അവിടെയും കൊടുക്കും. ഒരു രണ്ടാളും ഇങ്ങനെയും കൊടുക്കും, ഞാൻ അങ്ങനെയും കൊടുക്കും. ഞാൻ ചെറിയ കുട്ടിയാണ്, ഒരു തലാനിയേ ഉള്ളൂ, എല്ലാവർക്കും കൂടി കൊടുക്കാൻ അതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും റസൂലുള്ള ഇങ്ങനെയും ഭാര്യ ഇങ്ങനെയും കൊടുക്കും, ഞാൻ അങ്ങനെയും കൊടുക്കും എന്ന് അന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ചെറിയ കുട്ടിയാണ്. അപ്പൊ അവരെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് അതൊക്കെ ഇബാദത്താണ്, അതിലൊന്നും യാതൊരു സംശയമില്ല. അത് വലിയ സുന്നത്താണ്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് ആ ഗ്ലാസ്സിൽ നിന്ന് തന്നെ ഭാര്യയും കുടിച്ച്, ഭാര്യ കുടിച്ച ഗ്ലാസ്സിൽ നിന്ന് തന്നെ ഇവിടെ കുടിച്ചു. പക്ഷേ അത് ഉമ്മാക്കും പങ്ങന്മാർക്കും ഒന്നും പറ്റൂലെങ്കിൽ അതൊന്നും ചെയ്യണ്ട. കാരണം അങ്ങനെ ഒരു വിഷയം കൂടി അവിടെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും പങ്ങന്മാരൊന്നും ഉണ്ടായിട്ടില്ല ഈ ഭാര്യമാരോട് ജീവിക്കുന്ന അവസരത്തില്. അപ്പൊ അങ്ങനൊക്കെ അത് ശ്രദ്ധിക്കണം. നമ്മളുടെ നാട്ടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ചിലതൊക്കെ നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ അപ്പൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചില അമ്മമാരുടെ തനതായ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാകല് പെണ്ണിട്ടി കൊടുന്നാലാണ്. അപ്പൊ പെണ്ണിട്ടുന്നത് വരെ ഇവൻ ജ്യേഷ്ഠന്റെ ഭാര്യനെ ഇങ്ങനെ ആക്ഷേപിക്കും. ജ്യേഷ്ഠന്റെ ഭാര്യ അങ്ങനെ, ജ്യേഷ്ഠന്റെ ഭാര്യയും ആ ജ്യേഷ്ഠന് ആ ഭാര്യക്ക് വഴിപ്പെട്ടിട്ട് ഭാര്യനെ സ്വീകരിച്ചിട്ട് ഉമ്മാൻ അങ്ങനെ ആക്കുകയാണ് ഇങ്ങനെ ആക്കുകയാണ് എന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാള് ഞാൻ പറഞ്ഞു പെണ്ണിട്ടത് ഞാൻ പറഞ്ഞുതരാറ്. ഓൻ പെണ്ണിട്ടിട്ട് പറഞ്ഞു ഉസ്താദ് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ ഓനിങ്ങനെ ഒന്നിങ്ങനെ പരാതി വരും, കാക്ക അങ്ങനെ നോക്കണില്ല, കാക്കമ്മാൻ അങ്ങനെ നോക്കണില്ല, കാക്ക ഭാര്യക്ക് ഒപ്പിച്ച് കിടക്കുകയാണ്, മറ്റേതാണ് മറിച്ചതാണ് ഇങ്ങനൊക്കെ പറയും. അപ്പൊ കുറെ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതാണ്, ഇജ്ജ് പെണ്ണിട്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ടാവും, അതിലൊക്കെ കുറച്ച് ക്ഷമിക്കേണ്ടതുണ്ട്, ദീൻ കുറച്ചൊക്കെ പഠിക്കേണ്ടതുണ്ട്. ദീനൊക്കെ പഠിച്ചെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ പലതും ഉണ്ടാവും. അള്ളാഹു അങ്ങനെയാണ് ദീന് വെച്ചിട്ടുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചമാതിരിയൊക്കെ ജീവിക്കാൻ നമ്മൾ നോക്കണം. അതൊക്കെ ഇബാദത്താണെന്ന് പറയാം. അതൊക്കെ ഇബാദത്താണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരേ പാത്രത്തിൽ നിന്നല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും കുളിക്കല്? ഒരു ബക്കറ്റിൽ നിന്നാ കുളിക്കുക, രണ്ടാളും കൂടി ഒന്നിച്ചാണ് കുളിക്കുക, രണ്ടാളും കൂടി ഒരേ കോപ്പയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് കുളിക്കുക. അങ്ങനൊക്കെ അതൊക്കെ ഇബാദത്താണ്. അപ്പൊ ചുരുക്കത്തിൽ മഹാനായ ഗുലാം മുഹീദ്ദീൻ ഹദറത്ത് കിടന്നിരുന്ന ആ കട്ടിൽ കരഞ്ഞു എന്ന് പറയുമ്പോ അതൊക്കെ എങ്ങനെയാ സംഭവിക്കുക? അത് കേട്ടതാണ്, അത് ഉണ്ടായതാണ്. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ അവരെല്ലാവരും സ്നേഹിക്കും. എല്ലാ സാധനങ്ങളും അവർ സ്നേഹിക്കും. പട്ടി സ്നേഹിക്കും, പൂച്ച സ്നേഹിക്കും, മൃഗങ്ങൾ സ്നേഹിക്കും, എല്ലാം അവർ സ്നേഹിക്കും. കാരണം അവർ അള്ളാഹിനെ സ്നേഹിച്ചവരാണ്. അള്ളാഹിനെ സ്നേഹിച്ച ആൾക്കാരെ എല്ലാവരും സ്നേഹിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത് ഈ ഭൂമി എങ്ങനെ കാവോ എന്നുള്ള സംശയം വേണ്ട എന്ന് എനിക്ക് ആ സംശയം തീർക്കാൻ പറഞ്ഞതാണ്. ഭൂമിക്ക് അങ്ങനൊക്കെ കഴിയും. മഹാനായ ഹക്കീം തുർമുദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ആ ഭൂമി പറയുകയാണ്, എന്റെ മുകളിലാണല്ലോ ആ പ്രവാചകൻ വരിക, എന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, എന്റെ മുകളിലാണല്ലോ ആ പ്രവാചകൻ വരിക. അതോടുകൂടെ തന്നെ എന്റെ സ്ഥലങ്ങളിലാണല്ലോ അദ്ദേഹം സുജൂദ് ചെയ്യുക, നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യുക. ഞാൻ വലിയ അഭിമാനം കൊണ്ടാണ്. എന്നിട്ട് അവസാനമായി ഭൂമി പറഞ്ഞു, എന്റെ ഉള്ളിലാണല്ലോ മറവ് ചെയ്യപ്പെടുക, എന്റെ ഉള്ളിലാണല്ലോ മറവ് ചെയ്യപ്പെടുക എന്നുള്ള വലിയ അഭിമാനവും സന്തോഷവും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ ഭൂമി പ്രകടിപ്പിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅല തുറാബഹാ തഹൂറൻ ലി ഉമ്മത്തിഹി, ആ ഭൂമിന്റെ മണ്ണിനെ ഈ ഉമ്മത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തഹൂറാക്കി കൊടുത്തത്. കാരണം ഇങ്ങനെ ഒരു സ്നേഹം ആര് പ്രകടിപ്പിച്ചു? ഭൂമി പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് ആ ഭൂമിന്റെ മണ്ണിനെ ഈ ഉമ്മത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തഹൂറാക്കിയിട്ട് അല്ലാഹു കൊടുത്തൊരു പണി നോക്കാട്ടങ്ങൾ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാം. എങ്ങനെയൊക്കെയാണോ അള്ളാഹു അനുവദിച്ചതായ മാർഗത്തിൽ എങ്ങനെയൊക്കെയാണോ നമുക്ക് കഴിയുന്നത് അത് വലിയ പ്രതിഫലമുള്ളതാണ്. നമ്മൾ അറിയാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആദരിക്കും. നമ്മൾ അറിയാത്ത രൂപത്തിൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു തരും. നമ്മൾ അറിയാത്ത രൂപത്തിൽ നമുക്ക് അള്ളാഹു മനസ്സമാധാനം നൽകും. നമ്മൾ അറിയാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈനിൽ പറയുന്നത്, വഅവ്വലു വാജിബിൻ അലൽ ആബാ, മാതാപിതാക്കൾ
ആദ്യമായി മാതാപിതാക്കളുടെ മേൽ നിർബന്ധമായത്. 7 വയസ്സായാൽ ആൺകുട്ടിനോടും പെൺകുട്ടിനോടും നിസ്കരിക്കാൻ വേണ്ടി പറയണം. 7 വയസ്സായാൽ നിസ്കരിക്കാൻ വേണ്ടി പറയണം. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിന് വലിയ അടിക്കണം എന്ന് നമുക്കൊക്കെ അറിയാലോ. എപ്പോഴും ഇങ്ങനെ പറയണോ? 7 വയസ്സായാലും ദുഹർ നിസ്കരിക്കുമ്പോൾ ദുഹറിന് നേരായാലും ദുഹർ നിസ്കരിക്കും പോലെ, എന്നാലും അങ്ങനെ ഓരോ നേരത്തും പറയണോ? അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിസ്കരിക്കണില്ല എന്ന് തോന്നുമ്പോഴൊക്കെ പറയണം എന്നാണ്. 7 വയസ്സായിട്ട് ഓരോ നിസ്കരിക്കാൻ പറഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞ് പിന്നെ നിസ്കരിക്കുമെങ്കിൽ പിന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ഓന് മടി കാണിക്കുന്നുണ്ട്, കളിച്ചിട്ട് നിസ്കാരത്തിന് വരുന്നില്ല, ഇങ്ങനൊക്കെ കണ്ടാൽ അങ്ങനെ പറയണം. അല്ലെങ്കിൽ ഒറ്റവട്ടം തന്നെ പറഞ്ഞാൽ മതി. അതേമാതിരി എപ്പോഴും അടിക്കേണ്ടതില്ല. നിസ്കരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിക്കേണ്ട ഒരു ഘട്ടത്തിൽ അടിക്കുക, മുറിയാവാത്ത രൂപത്തിൽ അടിക്കുക. നിർബൻ മുബറഹിൽ, മുറി ആവാത്ത രൂപത്തിലാണ് അടിക്കേണ്ടത്. അപ്പോൾ ശകാരിക്കേണ്ട അവസരത്തിൽ ശകാരിക്കണം, അടിക്കേണ്ട അവസരത്തിൽ അടിക്കണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാതാപിതാക്കൾ കർശനത പാലിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയും ചെറുപ്പം മുതലേ കുട്ടിയോട് ചെയ്യരുത്. വളരെ കർശനതയാണെങ്കിൽ ആ കുട്ടി പിന്നെ നിസ്കാരം ഒഴിവാക്കൂല. അത് പിന്നെ സ്കൂളിൽ നിന്ന് വന്നാലും കോളേജിൽ നിന്ന് വന്നാലും അതേപോലെ തന്നെ കല്യാണത്തിന് പോയാലും ഉമ്മാന്റെ വീട്ടിലേക്ക് പോയാലും ഉമ്മാന്റെ വീട്ടിൽ 2 ദിവസം പോയി നിന്ന് വന്നാൽ എപ്പോഴാണ് സുബഹി നിസ്കരിച്ചത്, എപ്പോഴാണ് ദുഹർ നിസ്കരിച്ചത്, എപ്പോഴാണ് ഇശ നിസ്കരിച്ചത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ കുട്ടികൾക്ക് ഉപദേശം ചെയ്യുന്നതൊക്കെ കുട്ടികൾക്ക് വെറുപ്പാണ്. അതൊക്കെ വെറുപ്പായിക്കോട്ടെ, എന്നാലും പറയണം. അങ്ങനെ ഓർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാമെന്നൊന്നും നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ. നമ്മോട് കൽപ്പിക്കപ്പെട്ടത് പറയാം, ഓർക്ക് ഇഷ്ടമുണ്ടാവട്ടെ, ഉണ്ടായിരിക്കട്ടെ, അത് വേറെ കാര്യം. അങ്ങനെ ഈ കുട്ടികളോട് 7 വയസ്സ് മുതൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ നമ്മൾ തുടങ്ങണം. 10 വയസ്സായാൽ നിസ്കാരം എന്നല്ല, അത് ശരഈയായ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു 10 വയസ്സായി കഴിഞ്ഞാൽ 7 വയസ്സായി കഴിഞ്ഞാലൊക്കെ അന്യ പെണ്ണുങ്ങളുമായിട്ട് ഇടപെടുന്നതൊക്കെ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. അതൊക്കെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ഒരു നിസ്കാരം മാത്രം നജസുമായിട്ട് ബന്ധപ്പെടുന്നത് അത് നിയന്ത്രിക്കണം. ഔറത്ത് ഒളിവാക്കി നടക്കുന്നത് നിയന്ത്രിക്കണം. അതൊക്കെ എല്ലാ കാര്യങ്ങളും അതിന്റെ കൽപ്പന ശാസന തുടങ്ങുന്നത് ഈ 7-10 വയസ്സ് മുതൽക്കാണ്. അതുപോലെ തുടങ്ങും. അത് വെറും നിസ്കാരം മാത്രമല്ലത്. നോമ്പും അങ്ങനെ തന്നെയാണ്. നോമ്പുകൾക്ക് അവിടെ പറയണം, നോമ്പ് പൂർത്തിയാക്കാൻ കഴിയില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മുറിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിൽ മുറിച്ചോട്ടെ. എല്ലാ ദിവസവും നോമ്പ് വെക്കാൻ കഴിഞ്ഞെങ്കിൽ എപ്പോഴേലൊക്കെ നോറ്റാൽ മതി. പക്ഷെ അതൊക്കെ 7 വയസ്സ് മുതൽ തന്നെ തുടങ്ങണം. ഇതിനേക്കാളൊക്കെ തന്നെ ആദ്യമായി ചെയ്യേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിച്ചു, മദീനയിൽ റസൂലുള്ളാഹി വഫാത്തായി, അവിടെ മറവ് ചെയ്യപ്പെട്ടു എന്ന് പഠിപ്പിക്കലാണ്. അവ്വലു വാജിബിൻ അലൽ ആബാഇ, ആദ്യമായി നിർബന്ധമാകുന്നത് അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന, മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു, മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, അവിടെ തന്നെ മറവ് ചെയ്യപ്പെട്ടു എന്ന് മുത്തുനബിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിവരണം കുട്ടിന്റെ മനസ്സിൽ തുടക്കത്തിലേ വെച്ചു കൊടുക്കണം. അത് മാതാപിതാക്കളെ മേൽ നിർബന്ധമാണ്. വാപ്പല്ലെങ്കിൽ വല്യാപ്പ. ഇങ്ങനെ വല്യാപ്പ എന്ന് പറയുമ്പോൾ ശറയിൽ പറയുന്ന വല്യാപ്പൊക്കെ വാപ്പാന്റെ വാപ്പയാണ്. വാപ്പാന്റെ വാപ്പയാണ് വല്യാപ്പ. വല്യാപ്പ മറ്റമ്മാന്റെ വാപ്പക്കും വല്യാപ്പ എന്ന് പറയും. അവരും കുടുംബത്തിൽപ്പെട്ട തന്നെയാണ്. അവർക്കും ചില ഘട്ടങ്ങളിൽ അവകാശങ്ങളൊക്കെ വരും. എന്നാൽ വാപ്പാന്റെ വാപ്പല്ലെങ്കിൽ പിന്നെ ആ കുട്ടിന്റെ വലിയ വാപ്പാന്റെ വാപ്പയാണ്. വാപ്പാന്റെ വാപ്പയാണ് കുട്ടിന്റെ വലിയ. വാപ്പ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറല്ല. കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ വല്യാപ്പാക്ക് കിട്ടൂല. അപ്പൊ പിന്നെ ഖാദിയാണ് ചെയ്യുക. വാപ്പ ഹയാത്തിൽ ഉണ്ടായിരിക്കെ അയാള് ഗൾഫിലാണ്, അല്ലെങ്കിൽ അയാൾക്ക് കൊണ്ട് എത്താൻ കഴിയണില്ല, അല്ലെങ്കിൽ അയാളും ഈ കുട്ടിയും കൂടി തെറ്റാണ്, അങ്ങനൊക്കെ ഉണ്ടാവും. അങ്ങനൊക്കെ വന്നാൽ വാപ്പ ഹയാത്തിൽ ഉണ്ടായിരിക്കെ വാപ്പുണ്ട് എന്നുള്ള വിവരവും നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വാപ്പുണ്ടായിരിക്കെ വാപ്പാക്ക് വരാൻ കഴിയാതെ വന്നാല് വല്യാപ്പാക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല. വാപ്പ ഇല്ലെങ്കിലേ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. വാപ്പ മരിച്ചുപോയാലേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ വല്യാപ്പാക്ക് പറ്റൂല, പിന്നെ ഖാദിക്കാണ്. വാപ്പുണ്ടായിരിക്കെ ഖാദിക്കാണ് അതിന്റെ അവകാശമുള്ളത്. അമ്മാരെ സഹോദരൻ ഉണ്ട്, ആ സഹോദരൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ അത് ആ ഉത്തരവാദിത്വം ഖാദിയിലേക്ക് പോകും. ഖാദിയാണ് പിന്നെ അത് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോ വല്യാപ്പ എന്ന് പറയുമ്പോൾ ആ വല്യാപ്പ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാപ്പാന്റെ വാപ്പയാണ്. അപ്പോ വാപ്പാക്ക് അതിനൊന്നും കഴിയില്ലെങ്കിൽ ഈ കുട്ടീനെ ആര് പഠിപ്പിക്കണം? വല്യാപ്പ പഠിപ്പിക്കണം. അവരൊന്നും ഇല്ലെങ്കിലാണ് പിന്നെ ഉമ്മ പഠിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോ ആദ്യമായി തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മളൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ്. റസൂലുള്ളാഹിനെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസവും ഒരു ഈമാനും ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വേണം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ സ്നേഹവും മഹബത്തും
നമുക്ക് അള്ളാഹു കൂടുതലാക്കി തെരുമാറാകട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് ചായയും പലഹാരം തരുന്നത് നമ്മുടെ കാവുങ്ങൾ അഹമ്മദ് ഹാജി അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുവാനാണ്. മരണപ്പെട്ടു പോയ അമ്മക്കും മാപ്പക്കും വേണ്ടി അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗപൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ദോഷങ്ങളും അള്ളാഹു വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കുമാറാകട്ടെ. പല വിധേനയുള്ള രോഗങ്ങൾ നമ്മുടെ കുടുംബത്തിലും വീട്ടിലും എല്ലായിടത്തുമുണ്ട്. രണ്ട് മുത്താലിമീങ്ങൾ രോഗികളായി അവര് വീടുകളിൽ വിശ്രമിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഫിയത്ത്, സിഹത്ത്, സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും നമുക്കൊക്കെയുണ്ട്. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ദൂരീകരിച്ച് റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റബീഉൽ അവ്വലിൽ നമ്മുടെ മഹല്ലത്തിൽ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പല രൂപത്തിലും നമുക്ക് പറയണം, അത് കേൾക്കണം. അള്ളാഹു പറയാനും കേൾക്കാനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര പറഞ്ഞാലും തീരാത്ത മദ്ഹുകൾ മുത്തുനബിയെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. അള്ളാഹു അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അവിടുത്തെ തിരുനോട്ടം നമ്മളിലും കുടുംബങ്ങളിലും അള്ളാഹു നൽകിയ നമ്മുടെ ദർസിലും തലാമീദുകളിലും മക്കളിലും ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും എല്ലാം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب. السلام عليكم.